ടിക്ടോക്കിൽ വളർന്നുവരുന്ന ഒരു താരമായിരുന്നു മഹേക് ബുഖാരി. തന്റെ വീഡിയോകളിൽ പലപ്പോഴും പങ്കുചേരുന്ന അമ്മ അൻസ്രീനുമായുള്ള ഉന്നത ബന്ധത്തെക്കുറിച്ചും അവർ ടിക്ടോക്കിൽ കാണിക്കുമായിരുന്നു. എന്നാൽ 21 വയസ്സുള്ള സാക്കിബ് ഹുസൈനെ അൻസ്രീൻ കണ്ടുമുട്ടിയപ്പോൾ അത് ദുരന്തത്തിൽ അവസാനിച്ച സംഭവങ്ങളുടെ ഒരു ശൃംഖലയ്ക്ക് തുടക്കമിട്ടു. 2019 അസർ എന്ന വീഡിയോ ആപ്പ് വഴിയാണ് അൻസ്രീനും സാക്കിബും ആദ്യമായി ഓൺലൈനിൽ ചാറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അവർ ഫോൺ നമ്പറുകൾ കൈമാറുകയും താമസിയാതെ എല്ലാ ദിവസവും സംസാരിക്കുകയും ചെയ്തു. ബന്ധം ഏകദേശം 3 വർഷം നീണ്ടുനിന്നു. ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഷീഷ് ലോഞ്ചുകളിലും അവർ നിരവധി തവണ കണ്ടുമുട്ടി. എന്നാൽ 2021 ആ ബന്ധം വഷളാക്കാൻ തുടങ്ങി. അൻസ്രീൻ ആ ബന്ധം നിർത്താൻ ശ്രമിച്ചു, പക്ഷേ സാക്കിബ് അതിന് തയ്യാറായില്ല. സാക്കിബ് അൻസ്രീനയോട് ബന്ധം നിർത്തരുതെന്നും അവനുമായുള്ള ബന്ധം തുടരണമെന്നും യാചിച്ചു. പക്ഷേ കാര്യങ്ങൾ വഷളാവുന്ന രീതിയിലാണ് മുന്നോട്ടു പോയത്. അൻസ്രീനയുടെ അശ്ലീല ചിത്രങ്ങൾ അവരുടെ ഭർത്താവിന് അയച്ചു കൊടുക്കുമെന്നും അവരുടെ ബന്ധത്തെക്കുറിച്ച് പറയുമെന്നും സാക്കിബ് ഭീഷണിപ്പെടുത്തും. അൻസ്രീൻ പരിഭ്രാന്തിയിലായി മകളോട് എല്ലാം പറഞ്ഞു. എന്നാൽ ബ്ലാക്ക് മെയിലിംഗിനെക്കുറിച്ച് പോലീസിൽ പോകുന്നതിനു പകരം മഹേക്ക് കാര്യങ്ങൾ സ്വയം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അമ്മയെ സഹായിക്കാൻ മഹേക്ക് അവളുടെ സുഹൃത്തും കാർ മെക്കാനിക്കുമായ റെഗാൻ കർവാനിലേക്ക് തിരിഞ്ഞു. 3000 പൗണ്ട് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് സാക്കിബിനെ ഒരു മീറ്റിംഗിലേക്ക് ആകർഷിക്കാൻ ദമ്പതികൾ പദ്ധതിയിട്ടു. പ്രണയത്തിലായിരുന്നപ്പോൾ അൻസ്രീനു വേണ്ടി ചെലവഴിച്ചതായി അയാൾ പരാതിപ്പെട്ട തുക ഇതായിരുന്നു. റെക്കൻ തന്റെ ഉറ്റ സുഹൃത്ത് റെയ്സ് ജമാൽ, റെയ്സിന്റെ കസിൻ അമീർ ജമാൽ, മറ്റ് സുഹൃത്തുക്കളായ സനഫ് ഗുൽ മുസ്തഫ്, നദാഷ് അക്തർ, മുഹമ്മദ് പട്ടേൽ എന്നിവരുടെ സഹായം തേടി 2022 ഫെബ്രുവരി 11 പുലർച്ചെ സംഘം ലെസ്റ്ററിലെ ഒരു ടെസ്കോ സൂപ്പർമാർക്കറ്റിൽ എത്തി സാക്കിബിനായി കാത്തിരുന്നു. അദ്ദേഹത്തെ പതിയിരുന്ന് ആക്രമിക്കാനായിരുന്നു പദ്ധതി. ബാൻബറി സാക്കിബിന്റെ ജന്മനാട്ടിൽ ലെസ്റ്ററിലേക്ക് പോകാൻ അദ്ദേഹം ഒരു ലിഫ്റ്റ് ക്രമീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അദ്ദേഹം കുറച്ച് സുഹൃത്തുക്കളോട് ചോദിച്ചു. അവരിൽ ഒരാളായ ഹാഷിം ഇജാസുദ്ദീൻ അദ്ദേഹത്തെ ലെസ്റ്ററിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് ഹാഷിമിന് ഒന്നും അറിയില്ലായിരുന്നു. അദ്ദേഹം സാക്കിബിന്റെ സുഹൃത്താണ്. രാത്രിയിൽ സാക്കിബിനെ ലെസ്റ്ററിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം സമ്മതിച്ചു. സാക്കിബും ഹാഷിമും 01:17 ടെസ്കോ കാർ പാർക്കിൽ എത്തി. അവർ വേഗത കുറച്ചു നിമിഷങ്ങൾ കാത്തിരുന്നു. പക്ഷേ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നി. അവർ പെട്ടെന്ന് സ്ഥലം വിട്ടു. പക്ഷേ അവരുടെ സ്കോഡയെ പിന്തുടർന്ന് 2 കാറുകൾ വന്നു. റെയ്സ് ഓടിച്ചിരുന്ന നീല സീറ്റ് ലിയോൺ, പിന്നിൽ റെക്കനുമായി ഒരു ഓഡി ടി. മെഹക് സാക്കിബിനെ വിളിക്കുന്നു. അവർ ചൂടേറിയ സംഭാഷണം നടത്തുന്നു. ഇതിനുശേഷം സാക്കിബ് 999 വിളിക്കുന്നു. തന്റെ കാറിന്റെ പിന്നിൽ 2 വണ്ടികൾ പിന്തുടരുന്നു എന്ന് അദ്ദേഹം ഓപ്പറേറ്ററോട് പറഞ്ഞു. പിന്നിലുള്ള കാർ തന്നെ റോഡിൽ നിന്ന് ഇടിക്കാൻ ശ്രമിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഓപ്പറേറ്ററുമായി കോൾ അവസാനിക്കുന്നതിന് മുമ്പ് കാർ റോഡിൽ നിന്ന് മാറി ഒരു മരത്തിൽ ഇടിച്ച് ഇരുവരും തൽക്ഷണം മരിച്ചു. 01:30 തൊട്ടു പിന്നാലെ A46 സഞ്ചരിക്കുകയായിരുന്ന ഒരു റിക്കവറി ഡ്രൈവർ ഒരു മരത്തിനരികിൽ ഒരു കാർ തീപിടിക്കുന്നത് കണ്ടു. ഏകദേശം 10 മിനിറ്റിന് ശേഷം ആദ്യത്തെ പോലീസ് ഉദ്യോഗസ്ഥർ എത്തി. തൊട്ടുപിന്നാലെ ഫയർഫോഴ്സും എത്തി. തീ അണച്ചതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാൾ കാറിൽ 2 പേരുടെ മൃതദേഹങ്ങൾ കണ്ടു. സാക്കിബും ഹിഷാമും മരിച്ചതായി പ്രഖ്യാപിച്ചു. മെഹക്കും കൂട്ടവും നഗരത്തിലെത്തിയപ്പോൾ അവർ സട്ടൺ പ്ലേസിൽ എത്തി. അത് കണ്ണിൽപ്പെടാത്ത ഒരു സ്ഥലമായിരുന്നു. കാറുകളിൽ നിന്നിറങ്ങി ആ സംഘം തെരുവുകളിലൂടെ നടക്കാൻ തുടങ്ങി. ഫെബ്രുവരിയിലെ തണുത്ത ഇരുട്ടിൽ അവർ വിവിധ സ്ഥലങ്ങളിൽ ചുറ്റി നടക്കുന്നത് CCTV